doubt എപ്പോഴും ഉണ്ടാവും ഒരു ന്യൂ ഹീറോ എന്ന് പറയുമ്പോൾ സ്ട്രഗ്ലിംഗ് ഫാക്ടർ ഇസ് ദർ ബട്ട് ബിയോണ്ട് ദാറ്റ് ഫസ്റ്റ് പടം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പടം കറക്റ്റ് ആയിരിക്കണം ആ ലോഞ്ച് കറക്റ്റായി ഓഡിയൻസിന് പോയി റീച്ച് ആയെങ്കിൽ ദെൻ നോ പ്രോബ്ലം അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ എക്സ്പെഷ്യലി ആ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത ഒരാളായി ലോഞ്ച് ആകുമ്പോൾ അത് വലിയൊരു റിസ്ക്കാണ് ഫാക്ടറാണ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആദ്യത്തെ പടം അറിയുന്നതും അറിയാമലും ആ തീപിടിക്ക പാട്ടെല്ലാം വലിയ ഹിറ്റായതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ചില പടം നമുക്ക് വന്നപ്പോൾ അത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഫുൾ ഫ്ലെജ്ഡ് ടൈം കൊടുക്കണം ഇപ്പോൾ നാൻകടവുൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ലൈഫ് ടൈം ഒരു ക്യാരക്ടറാണ് അത് പെട്ടെന്ന് എനിക്കത് ഒരു 6 മാസത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഡയറക്ടറിന് കൊടുക്കാൻ പറ്റില്ല ഒരു ഹ്യൂജ് തോട്ട് പ്രോസസ്സ് കുറേ ഇടത്തിൽ ഷൂട്ടിങ് ചെയ്തിരുന്നു കുറേ നാൾ ഷൂട്ടിംഗ് ആയിരുന്നു സോ അതൊരു ഫുൾ താടി ഫുൾ മുടിയെല്ലാം ഫുൾ റിയലായിട്ട് വളർത്തിയതാണ് സോ അതന്നെ ഒരു വർഷമായി സോ ആ പ്രിപ്പറേഷൻ ആ ഷൂട്ട് ടൈം എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 years ആയി പോയി അറിയില്ല അതായിരിക്കും കാരണം ഡെഡിക്കേഷൻ ഡെഫിനറ്റ്ലി ഐ ഹാവ് ദ ഡെഡിക്കേഷൻ ബട്ട് ബിയോണ്ട് ഓൾ ദാറ്റ് ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് ദാറ്റ്സ് വാട്ട് ഐ കൻ സേ ഞാൻ എപ്പോഴും പടം ചെയ്യുമ്പോൾ ഒരേ ജോണൽ ഫിലിം ചെയ്യാൻ ഇഷ്ടപ്പെടില്ല എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരേ ജോണൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യും ഇപ്പോൾ അല്ലെങ്കിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ പടം ചെയ്താലേ ഈ പടമേ ഓടും അങ്ങനത്തെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫെല്ലാം ഉണ്ട് സിനിമയിൽ സോ അതെല്ലാം ബ്രേക്ക് ചെയ്യണം അങ്ങനെ ഒരു കാറ്റഗറൈസ്ഡ് ആവാൻ പാടില്ല ഒരു നല്ല സ്ക്രിപ്റ്റ് അത് ആര് ചെയ്താലും ഒരു നല്ല രീതിയിൽ ചെയ്താൽ പടം ഹിറ്റാവുന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത് സോ ആ സെലക്ഷൻ ഇപ്പോൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഐ എം ഹാപ്പി ഇറ്റ്സ് ഗുഡ് ഐ മീൻ വെരി ഹാപ്പി എവറിത്തിങ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ റൈറ്റ് ടൈം ഇപ്പോൾ ചില പടങ്ങൾ വരും പക്ഷേ കുറച്ച് ലേറ്റായിട്ട് വരും അല്ലെങ്കിൽ കുറച്ച് ഏർലി ആയിട്ട് വരും ബട്ട് ഓൾ ദീസ് ഫിലിം രാജാറാണി ബാസിങ്കർ ഭാസ്കരൻ നാൻകടവുൾ എൻ്റെ കരിയറിൽ ഒരു റൈറ്റ് ടൈമിലാണ് ഒவ்வொരു പടവും വന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത് സോ ഐ ഷുഡ് താങ്ക് ഗോഡ് ഫോർ ഇറ്റ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഐ മീൻ ലോട്ട് ഓഫ് സ്റ്റാർസ് ആർ കുറേ സ്റ്റാർസ് ഓഫ് ഓൾ കാറ്റഗറീസ് എന്ന് പറയാം ബട്ട് ഒരു ഈവൻ്റ് ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റി എന്ന് വരുമ്പോൾ എല്ലാവരും ഒന്നായിട്ട് കൂടിയാണ് എല്ലാവരും ചെയ്തത് സോ ഐ തിങ്ക് ആക്ടേഴ്സ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ആക്ടേഴ്സ് ഇസ് വെരി ഗുഡ് സോ ആർക്കും ഒരു ഈഗോ ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല സോ അതർവൈസ് എല്ലാവരും അവരവർ പഠനത്തിൽ ബിസിയാണ് സോ ഇറ്റ്സ് ഫൈൻ എനിക്ക് സ്പോർട്സിൽ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ CCL എന്ന് പറയുന്ന സംഭവം എല്ലാ ആക്ടേഴ്സും എല്ലാ ലാംഗ്വേജിൽ നിന്നും വന്നിട്ട് ഒരേ ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഈവൻ്റാണ് സോ അത് ആ ഒക്കേഷൻ ഡസൻ ഹാപ്പൻ ഓൾവേസ് എല്ലാ ആക്ടേഴ്സിനും ഒന്നായിട്ട് കാണാൻ അല്ലെങ്കിൽ ഒരു പെയ്ഡ് ഹോളിഡേ എന്ന് പറയാം കളിക്കുന്നത് നമ്മൾ വി ഹാവ് ഫൺ അറ്റ് ദ സെയിം ടൈം വി പ്ലേ സീരിയസ്ലി ആൻഡ് വി ഓൾ ഗെറ്റ് ടുഗദർ സോ ഒരു കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ് ഇപ്പോൾ എനിത്തിങ് ഇപ്പോൾ ഒരു ദ ഫാസ്റ്റസ്റ്റ് വേ ഓഫ് റീച്ചിങ് പീപ്പിൾ ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് സോ ബി ഇറ്റ് ഫേസ്ബുക്ക് ട്വിറ്റർ ഓർ എനിത്തിങ് it's good I mean ഒരു ടെക്നോളജി പ്രോഗ്രസ് ആകുന്നത് വി കനോട്ട് സ്റ്റോപ്പ് ഇറ്റ് സോ അത് മാക്സിമം അതിന് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജ് സോ അഡ്വാൻറ്റേജ് ആകുമ്പോൾ നമ്മൾ ഒരു കംഫർട്ട് ലെവലിൽ വരും സോ ഡിസഡ്വാൻറ്റേജ് ആകുമ്പോൾ അത് വി ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സോ ഒരു ഗോസിപ്പോ അല്ലെ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ ഒരു റിയൽ ന്യൂസോ വരുമ്പോൾ അത് നമ്മൾ അത് വലിയ ഒഫൻഡിങ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല അതേ സമയത്ത് വെൻ യു റിലീസിങ് എ മൂവി ഇപ്പോൾ രാജാറാണി പടം എന്തായാലും രണ്ടാം ഉലകം എന്തായാലും ഒരു ചെറിയ ന്യൂസ് ഇട്ടാൽ അത് വലിയൊരു ന്യൂസായി മാറുന്നത് അത് ഈസ് ബെനിഫിറ്റിംഗ് അസ് സോ യു കനോട്ട് നോട്ട് സപ്പോർട്ട് ഇറ്റ് സോ ഇറ്റ്സ് ഗോട്ട് ബോത്ത് ഇറ്റ്സ് പ്ലസ് ആൻഡ് മൈനസ് ഇപ്പോൾ സിനിമ സെലക്ട് ചെയ്യുന്നത് നോട്ട് ഓൺലി ഓൺ പ്രൊഡ്യൂസർ ഇപ്പോൾ ഒരു കറക്റ്റ് സ്ക്രിപ്റ്റ് കറക്റ്റ് ഡയറക്ടർ ആൻഡ് ഒരു കറക്റ്റ് പ്രൊഡ്യൂസർ മൂന്നും ചേർന്നിട്ടാണ് ഒരു പടത്തിൻ്റെ സക്സസ് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഒരു ബാഡ് ഡയറക്ടർ ആണെങ്കിൽ സംഭവം ശരിയാവില്ല സോ വി നീഡ് എ ഗുഡ് ഡയറക്ടർ ഒരു ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഗുഡ് പ്രൊഡ്യൂസർ പടം എടുത്തതിന് ശേഷം അതൊരു കറക്റ്റായ പബ്ലിസിറ്റി ചെയ്ത് ഓഡിയൻസിന് റീച്ച് ആകാനുള്ള ഒരു കപ്പാസിറ്റി വേണം എന്താ വെച്ചാൽ ഇപ്പോൾ തമിഴിലെല്ലാം ഒരു പടം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഗുഡ് പ്രൊമോഷൻ വിൽ റിക്വയർ ഒരു 4 to 5 crores പടം only for publicity സോ അത്രയും സ്ട്രെങ്ത്തുള്ള പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ്
സോ കറക്റ്റായി പ്രൊഡ്യൂസറും വേണം, ഡയറക്ടറും സ്ക്രിപ്റ്റും അതൊക്കെ ചേർന്നാൽ നമ്മളൊരു വലിയ പടം ചെയ്യാൻ പറ്റും. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഐ തിങ്ക് ഇറ്റ്സ് വെരി ഹെൽത്തി. ഏன்னா എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺസെപ്റ്റ് വന്നിട്ട് ഇറ്റ്സ് ലോട്ട് ഓഫ് റൈറ്റേഴ്സ്. ഇപ്പോൾ ഒരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് റൈറ്റേഴ്സ് ആർ ദെയർ ഇൻ മലയാളം. ആ കോൺസെപ്റ്റ് തമിഴിൽ വളരെ കുറവാണ്. വെറും ഡയറക്ടർ മാത്രം തന്നെ സ്റ്റോറി ആലോചിച്ച് അവർ തന്നെ ഡയലോഗ്സ് എഴുതി അവർ തന്നെ സ്ക്രീൻ പ്ലേ എഴുതി. സോ സംവെയർ ഡൗൺ ദ ലൈൻ ആ റൈറ്റിംഗ് കോൺസെപ്റ്റ് കുറവാണ് തമിഴ്. സോ ബട്ട് ഇൻ മലയാളം ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്ട്രോങ്. സോ ഓൾ വെരി ഗുഡ് സ്ക്രിപ്റ്റ് ബേസ്ഡ് ഫിലിം കംസ് ഇൻ മലയാളം. സോ അത് തമിഴ് വന്നെങ്കിൽ ഒന്ന് ഒരു ലെവലിൽ ഉഷാറാവുന്ന എൻ്റെ ഒരു അഭിപ്രായം. സിനിമ എവറി ഡേ ഇറ്റ്സ് എ ലേണിംഗ് തിങ്. ഇപ്പോൾ വന്നിട്ട് ഇത്ര പടം ചെയ്ത് ഈ പടം ചെയ്ത ഉടനെ ഒക്കെ എനിക്ക് ഭയങ്കര നോളജായി, അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് എപ്പോഴും വരാൻ പറ്റില്ല. വന്ന എൻഡ് ഓഫ് ഇറ്റ്. ബട്ട് എവറി ഡേ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. വെരി ഹാപ്പി. ഒരു പടം ചെയ്യുമ്പോൾ ഓക്കെ ഇത് നന്നായിട്ടുണ്ട്, ഓക്കെ ഇതിൽ കുറേ ഇത് ലേൺ ചെയ്തിരുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് എപ്പോഴും വരും. സോ ഇറ്റ്സ് ഡിസ്കവറിങ് യുവർ ലൈഫ് എവറി ഡേ ഐ വുഡ് സേ സിനിമ. സോ ആ ഒരു വേറെ രാജ്യത്ത് പോയിട്ട് വി ഷൂട്ട് സീ ഡിഫറെൻറ്റ് പീപ്പിൾ, വി ഷൂട്ട് ഡിഫറെൻറ്റ് സീൻസ്. സോ ആ എക്സ്പീരിയൻസ് ഐ ഡോണ്ട് തിങ്ക് എനി അതർ ജോബ് വേറെ ഒരു ജോബിൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് ഉറപ്പാണ്. സോ ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഗിവ്സ് യു എ ഹൈ എവറി ഡേ.